കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 4 CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പോലീസ് അന്വേഷണം കൃത്യമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ഈ ക്രൈം എപ്പോഴാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പോലീസിന് കോടതിയുടെ വിമർശനം കേൾക്കേണ്ടി വരുന്ന തരത്തിൽ അനാസ്ഥയുണ്ടായത്? മാധു, 2016 ജനുവരി 16 ഈ സംഭവം. CPM DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ചാണ് പോലീസ് ക്വാർട്ടേഴ്സിന് നേരെ ജനുവരി 16 പുലർച്ചെ ബോംബേറുണ്ടായത്. ആ സമയത്ത് ക്വാർട്ടേഴ്സിൽ CI ഉൾപ്പെടെ ഉണ്ടായിരുന്നു, CIയുടെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ക്വാർട്ടേഴ്സ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലാണ് ഈ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ 4 CPM പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. ഷിജിൽ, TCV നന്ദകുമാർ, K വികാസ്, K രഞ്ജിത്ത് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. അതിൽ കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പോലീസ് അന്വേഷണം കൃത്യമായിരുന്നില്ല, കാര്യക്ഷമമായിരുന്നില്ല. അതിൽ ദൃക്സാക്ഷിക്കെതിരെ ഉൾപ്പെടെ ഇപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. ഒപ്പം അന്വേഷണ ചുമതലയുണ്ടായിരുന്ന DYSPക്കെതിരെ നടപടിക്ക് കൂടി കോടതി ശുപാർശ ചെയ്യുന്നു. അതായത് ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ കുറ്റം തെളിയിക്കാനായി കഴിയാത്തത് എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. മാധു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ബോംബെറിഞ്ഞ കേസിലാണ് ഇപ്പോൾ CPM പ്രവർത്തകരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ അടിമുടി ക്രമക്കേടുണ്ടായെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, അന്വേഷണ ചുമതലയുണ്ടായിരുന്ന DYSPക്കെതിരെ നടപടിക്കും കോടതി ശുപാർശ ചെയ്തിരിക്കുന്നു.